ഗുഡ് മോർണിംഗ് എവരിവൺ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറട്ടെ. ഇന്നത്തെ മോർണിംഗ് മനയിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മോർണിംഗ് മനയുടെ തലവാചകം അന്തിമ വിപ്ലവം എന്നാണ്. ഇന്നത്തെ ആധാരവാക്യം എടുത്തിരിക്കുന്ന 1 പത്രോസ് 1:18 വാക്യമാണ്. വ്യർത്ഥവും മൃദുപ്രാരംഭ്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പല മുൻ കമ്മ്യൂണിസ്റ്റ് നഗരങ്ങളെ പോലെ വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിന്റെയും ഭൂതകാലത്തിന്റെയും മുറിപ്പാടുകൾ നിലനിർത്തുന്ന സംഗമ ഭൂമിയാണ് പ്രാഗ്. എന്നാൽ 1989 ചെക്ക് റിപ്പബ്ലിക്കൻ കമ്മ്യൂണിസത്തിന്റെ പതനത്തോടെ മുൻകാല സാംസ്കാരിക പ്രതീകങ്ങൾ കമ്മ്യൂണിസ്റ്റ് മ്യൂസിയത്തിലേക്കും അതുപോലെ പുരാവസ്തു ഗവേഷണത്തിലേക്കും കൊണ്ടുപോയി. അങ്ങനെ അതെല്ലാം ചരിത്രത്തിന്റെ രേഖകളായി മൺമറഞ്ഞു പോയി. എന്നാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യപുത്രനെ അവതരിപ്പിച്ച് കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവായ യേശുക്രിസ്തുവിനെ ശരിയായി അറിഞ്ഞ് സത്യത്തിന്റെ പാതയിൽ വന്ന എല്ലാവരും യേശുവിനെ അംഗീകരിക്കുകയും അതൊരിക്കലും പുരാവസ്തു ഗവേഷണത്തിലോ അല്ലെങ്കിൽ മ്യൂസിയത്തിലേക്ക് പോകാതെ അനേകരെ നിത്യജീവനിലേക്ക് വഴി നടത്തുന്നതിന് കാരണമായി തീർന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഏതൊരു രാഷ്ട്രീയ മാറ്റത്തെക്കാളും ഏറ്റവും വലിയൊരു മാറ്റം സൃഷ്ടിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമാണെന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ചരിത്രം പഠിക്കുമ്പോഴും നമുക്കത് മനസ്സിലാകാവുന്നതാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ സകല മനുഷ്യരുടെ, അതായത് നമ്മൾക്ക് മുമ്പിൽ മൺമറഞ്ഞു പോയ ഇനി ജനിക്കാനിരിക്കുന്നതായ മനുഷ്യരുടെ ഉൾപ്പെടെ പാപത്തിന് പരിഹാരമായാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പാപത്തിന് മാത്രം ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുന്ന സാത്താന്റെ അധമമൂർത്തിയുടെ വലിയ വഞ്ചനയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക എന്നതായിരുന്നു ഈ മരണത്തിന്റെ ഉദ്ദേശം തന്നെയെന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയെന്നാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ശരീരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ട് സകല പ്രവൃത്തികൾ കൊണ്ടും ദൈവത്തിന് മഹത്വപ്പെടുത്തുക എന്നൊരു വലിയ അർത്ഥമാണ് ഈ വാക്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ശരിയായ പശ്ചാത്തലം, ഈ വാക്യത്തിന്റെ പിന്നിലുള്ള ഈ പശ്ചാത്തലം നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്താണ് സാത്താൻ അതായത് പാപത്തിൽ ജനിച്ച് സാത്താൻ എന്ന പാപിയായ അല്ലെങ്കിൽ പാപത്തെ പ്രചരിപ്പിക്കുന്ന അവന്റെ സന്തതിയായി ഈ ഭൂമിയിൽ നിന്ന് ജനിച്ച് വളർന്ന് അങ്ങനെ ഇരിക്കവെ തന്നെ നമ്മൾ ദൈവത്തിന്റെ സത്യത്തിലേക്ക് വന്നാലും ഈ നമ്മൾ ശരിയായ അർത്ഥം മനസ്സിലാക്കിയിൽ എന്താണ് വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായി പോകുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഹൃദയവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ന്റെ 22-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നോ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നുവെന്നാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ച് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, അവന്റെ ഒരു ഫോളോവറായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്തിന്റെ ഒരു വലിയ അറിയപ്പെടുന്ന സ്റ്റാർ ആകാൻ കഴിയും എന്നൊരു ഫലമല്ല. പിന്നെയോ നമ്മൾ സ്വഭാവ ശുദ്ധീകരണം, അങ്ങനെ നമ്മൾ വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലേക്ക് പോവുകയും അവസാനം എന്താണ് ഈ കർത്താവായ യേശുക്രിസ്തു മേഘാരൂഢനായി നമ്മെ സ്വീകരിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് നിത്യജീവനും നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയായി, ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ജീവിക്കുന്നതിലുപരി നമ്മൾ സ്വർഗത്തിന്റെ നിത്യജീവനെ കരസ്ഥമാക്കാൻ കാരണമായി തീരുന്നു. അതാണ് വിശുദ്ധീകരണത്തിന്റെ അവസ്ഥ. അതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് 5-ാം അധ്യായം 9-10 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണുന്നു: പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. ആരാണ്? കർത്താവായ യേശുക്രിസ്തു. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ അറുക്കപ്പെടുകയും ആ രക്തം കൊണ്ട് വിലക്ക് വാങ്ങിയിരിക്കാൻ. ആരൊക്കെ വിലക്ക് വാങ്ങി? സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുമുള്ള, അതായത് സകല മനുഷ്യരെയും ദൈവത്തിലേക്ക് വിലക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നുവെന്നാണ്. അതായത് കർത്താവായ യേശു ഒരു അന്ത്യമായ ഒരു വിപ്ലവം എന്ന് കാണുന്നത് നമ്മൾ എന്താണ്? സത്യവും അസത്യവും തമ്മിൽ, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ അവസാനമാണ്. ഇതിൽ ഒരാളെ ജയിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ആരായിരിക്കും?
സത്യത്തെ പ്രതിനിധീകരിക്കുന്ന അസത്യത്തിൽ നിന്ന് സകല മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി കാൽവറിയിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തു മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ള സകല മനുഷ്യരിനും ഈ ഒരു രക്ഷ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ സാധ്യമാവുന്നതായി നമ്മൾ കാണുന്നുണ്ട്, ഇല്ലയോ? അങ്ങനെ തന്നെ യേശുവിന് വേണ്ടി ഒരു സ്തുതിഗീതം പാടുന്നതിന് ആർക്കേ കഴിയത്തുള്ളൂ? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ എന്നുകൂടി ഈ വാക്യം നമ്മെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. ആ ശുശ്രൂഷയെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ, ദൈവത്തോടൊപ്പം നിത്യത ആനന്ദിക്കാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് ആവശ്യമായുള്ളത് വിശുദ്ധീകരണത്തിന്റെ അവസ്ഥ മാത്രമാണ്. ദിനംപ്രതി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും ദിനംപ്രതി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലേക്ക് പരിശുദ്ധ മുഖാന്തരം മാറേണ്ടതിനും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുറ്റപ്പുഴ സഭയിലെ ബിബിൻ ജേക്കബിന് വേണ്ടിയും പലരും പേര് നൽകിയിട്ടില്ല. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പല ചർച്ചകളുമായിരിക്കുന്ന കുഞ്ഞുങ്ങളും വലിയവരുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാവുന്നതാണ്. മഹോന്നതകൾ വാസം ചെയ്യുന്നതിന് തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസ്വർഗങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമായ തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസം ഞങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നതിന് നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെക്കാട്ടി നല്ലവരായ ശ്രേഷ്ഠന്മാരായ എത്രയോ പേര് ഈ ദിവസം കാണാതെ പോയപ്പോൾ പാപിയും ദോഷികളുമായി ഞങ്ങൾക്ക് ഈ ദിവസം പരിശുദ്ധാത്മാവിനാൽ അനുവദിച്ചു തന്നിരിക്കുന്നതിനാൽ നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ഈ ദിവസത്തിന്റെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും വിചാരങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ രാവിലെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാം പരിശുദ്ധാത്മാവിനാൽ അവിടെ നിയന്ത്രിക്കുമാറാണ്. എല്ലാം ദൈവപ്രസാദത്തിനും ചെയ്യേണ്ടതിനും ഞങ്ങളെ സഹായിക്കുമാറാണ്. പ്രത്യേകിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വലിയൊരു ചെറിയൊരുമായി എല്ലാവരെയും കുറ്റപ്പുഴ സഭയിലെ ബിബിൻ ജേക്കബിനെയും തിരുവരങ്ങൾ സമർപ്പിക്കുന്നു. ഇത്ര വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി അർപ്പിക്കുന്നു കർത്താവേ. തുടർന്നും അവർ ദൈവത്തോടൊപ്പം ജീവിക്കേണ്ടതിന് അവരുടെ ജീവിതത്തെ അവിടെ ക്രമപ്പെടുത്തേണ്ടതിന് അവരെല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണ്. ഈ ഭൂമിയിൽ അവർ ജീവിക്കുന്നതിന് ആവശ്യമായ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും തിരുകരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തു നാമത്തിൽ താഴ്മ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.